ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. 18ാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2014 മെയ് 26 മുതൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി ആണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ലോക്സഭാ പ്രോടൈം സ്പീക്കറാണ് ഭർതൃഹരി മഹ്താബ്. ലോക്സഭാ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ്. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭാ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്നത് ഉപരാഷ്ട്രപതിയാണ്. അപ്പം ജഗദീപ് ധൻഖർ ആണ് രാജ്യസഭയുടെ ചെയർമാൻ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 2024 നവംബർ 14 അധികാരമേറ്റത് സഞ്ജീവ് ഖന്നയാണ്. ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, അതായത് DY ചന്ദ്രചൂഡായിരുന്നു. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2022 നവംബർ 9 മുതൽ 2024 നവംബർ 10 വരെയായിരുന്നു DY ചന്ദ്രചൂഡ ഇന്ത്യയുടെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നത്. ഇപ്പോഴാരാണ്? സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം അധികാരമേറ്റത് 2024 നവംബർ 11 കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജീവ് കുമാർ. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് ജ്ഞാനേഷ് കുമാറും SS സന്ധുവും. ജ്ഞാനേഷ് കുമാറും SS സന്ധുവും കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റംഗങ്ങളാണ്. ദേശീയ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 16ാമത്തെ ദേശീയ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. 12ാമത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. ഇന്ത്യയുടെ 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ് കിഷോർ രഹത്കർ. 9ാമത്തെ വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ് കിഷോർ രഹത്കർ. 8ാമത്തെ ആരാണ്? രേഖ ശർമ്മ. അതിനു മുൻപ് രേഖ ശർമ്മയായിരുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹൻസരാജ് ഗംഗാറാം അഹിർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്ക ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുങ്ക. ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചെയർമാനാണ് കമലേഷ് കുമാർ പാണ്ഡെ. ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കമലേഷ് കുമാർ പാണ്ഡ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. UPSC ചെയർമാൻ പ്രീതി സുധനാണ്. UPSCയുടെ ചെയർമാൻ ആരാ? പ്രീതി സുധൻ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് K സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര.
RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത്തേത് ശക്തികാന്ത ദാസ് ആയിരുന്നു. RBIയുടെ 25ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് ശക്തികാന്ത ദാസും 26ാമത്തെ ഇപ്പോഴത്തേത് സഞ്ജയ് മൽഹോത്രയാണ്. ISROയുടെ പുതിയ ചെയർമാനാണ് N നാരായണൻ. ഇതിനു മുമ്പ് ആരായിരുന്നു? മലയാളിയായ S സോമനാഥ് ആയിരുന്നു. ISROയുടെ 10ാമത്തെ ചെയർമാനായിരുന്നു S സോമനാഥ്. ഇനി അടുത്ത ചെയർമാനാണ് N നാരായണൻ. അദ്ദേഹവും മലയാളിയാണ് അല്ലേ. അപ്പോൾ 11ാമത്തെ ISRO ചെയർമാനാണ് N നാരായണൻ. UGC ചെയർമാനാണ് M ജഗദീഷ് കുമാർ. UGCയുടെ ചെയർമാൻ ആരാ? M ജഗദീഷ് കുമാറാണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാ? രാജേഷ് കുമാർ സിംഗ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷനാണ് KC വേണുഗോപാൽ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷനാണ് KC വേണുഗോപാൽ. കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയാണ് പുണ്യസലീല ശ്രീവാസ്തവ. NSG ഡയറക്ടർ ജനറലാണ് B ശ്രീനിവാസ്. NSG ഡയറക്ടർ ജനറൽ ആരാണ്? B ശ്രീനിവാസ്. CISF ഡയറക്ടർ ജനറലാണ് രജിന്ദർ സിംഗ് ഭട്ടി. CISF ഡയറക്ടർ ജനറലാണ് രജിന്ദർ സിംഗ് ഭട്ടി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. PSC പരീക്ഷകളിൽ കറണ്ട് അഫേഴ്സ്, PSC UPSC അതുപോലുള്ള മറ്റ് മത്സര പരീക്ഷകളിലെല്ലാം കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചിരിക്കുന്നത്. ചെറിയ മോഡ്യൂളിലൂടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. നമ്മൾ ചെറിയ ചെറിയ വീഡിയോയിൽ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലെങ്തി വീഡിയോസ് കണ്ടിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും കണ്ട് നമ്മുടെ മൈൻഡിൽ അത് സെറ്റായിട്ടിരിക്കും. അപ്പം ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.